അപ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇനിയിപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ, സാങ്കല്പിക ചോദ്യമാണ് അത്, UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി പദത്തിൽ ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ VD സതീശൻ, രമേശ് ചെന്നിത്തല, ഈവൻ KC വേണുഗോപാൽ. എൻ്റെ അടുത്ത് K സുധാകരൻ ഞാൻ പറഞ്ഞത് രമേശ് ചെന്നിത്തല ആവണം എന്നാണ് ആദ്യമായിട്ട് എൻ്റെ അടുത്താണ് പറയുന്നത്. ഇന്നലെ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ UDF ആണ് വരുന്നതെങ്കിൽ, സാങ്കല്പിക ചോദ്യമാണേ, അത് എൻ്റെ ഞാൻ താഴ്ത്തി കെട്ടാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷെ ഒരു കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിലുള്ള ഒരാളെന്ന നിലയിൽ ആര് മുഖ്യമന്ത്രി ആവണം എന്നാണ് മനസ്സിൽ കരുതുക? ആദ്യം UDF വരട്ടെ, എന്നിട്ട് ഉത്തരം പറയാം. ലീഡറിൻ്റെ മോള് തന്നെ കേട്ടു. അപ്പോൾ അതിന് വേറെ ഉത്തരം പറഞ്ഞു. പക്ഷേ എന്തായാലും രമേശ് ചെന്നിത്തല വേണോ പ്രതിപക്ഷ നേതാവ്, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് ആര് വേണമെന്നാണ് ആഗ്രഹം? അതിപ്പോൾ ആരായാലും കുഴപ്പമില്ല. കാരണം എന്താ പറയുക, ആർക്കും അതിന് വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇതിൽ ഇപ്രാവശ്യം അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസ് തകരും. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോഴേ അടിയാണ് ആരാണ് ഇതാവാൻ. ഇനി പ്രതിപക്ഷ നേതാവിന് വേണ്ടിയിട്ട് അടി തുടങ്ങും, അത് സംശയമൊന്നുമില്ല. പിന്നെ ആദ്യം തന്നെ ഒരു അഭിപ്രായ സമന്വയം അവരുടെ ഇടയിലില്ല. ഒരാൾ രമേശ് ചെന്നിത്തല എന്ന് പറയും, ഒരാൾ VD എന്ന് പറയും. ഇനിയിപ്പോൾ ഇവരൊക്കെ തന്നെ നോക്കി നിൽക്കുമ്പോൾ വേറെ ആരെങ്കിലും മുകളിൽ നിന്ന് വന്നിറങ്ങും. അതാണ് ഇവിടെ. അതായത് KC വന്നിറങ്ങാനുള്ള എല്ലാ KCക്ക് വേണ്ടി ഒരു ഗ്രൗണ്ട് തയ്യാറാവുന്നു എന്നുള്ളതാണ് അല്ലേ? അതാണ് നടക്കാൻ സാധ്യത ജയിക്കുകയാണെങ്കിൽ. പിന്നെ കോൺഗ്രസിന് ഇപ്രാവശ്യം പറ്റിയത് കാൻഡിഡേറ്റ്സിനെ വെച്ചാൽ നല്ല കോൺഗ്രസ്സുകാർക്ക് ആർക്കും സീറ്റ് കിട്ടിയിട്ടില്ല. ഈ KCനെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അന്നൊക്കെ KCയുടെ കൂടെ ഉണ്ടായിരുന്നത് കോൺഗ്രസ്സിന് വേണ്ടാത്ത കുറേ ആൾക്കാരായിരുന്നു ആളുടെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തുള്ള ആൾക്കാർക്കാണ് സീറ്റ് കൊടുത്തത്. ആശ്രിത വാത്സല്യം എന്നൊക്കെ പറയാം, അതാ ചിലപ്പോൾ അച്ഛനെ അനുകരിക്കണമായിരിക്കും. പക്ഷെ അതുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ കാൻഡിഡേറ്റ് എന്നുള്ള നിലയ്ക്ക് നല്ല ആൾക്കാരാരുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് UDFൻ്റെ കാര്യം എന്താവുമെന്ന് അറിയില്ല.